യേശുക്രിസ്തുവിൻ്റെ സമാധാനം പേറുകയും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തിൽ ആയിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യമേ തന്നെ പെന്തക്കൊസ്താ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് തിരുസഭാ മാതാവ് നമുക്കിന്ന് വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്നത്. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് യഹൂദരെ ഭയന്ന് ശിഷ്യന്മാർ കതകടച്ചിരിക്കെ യേശു അവരുടെ മധ്യേ വന്ന് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അതിനുശേഷം തൻ്റെ കൈകളിലെയും കാലുകളിലെയും മുറിവുകൾ തെളിവുകളായി അവരെ കാണിക്കുന്നു. ശേഷം വീണ്ടും അവർക്ക് സമാധാനം നൽകിക്കൊണ്ട് ഈശോ നിശ്വസിച്ച് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നു. എന്നിട്ട് അവർക്ക് പാപം മോചിക്കുവാനുള്ള അനുഗ്രഹം നൽകുന്നു. ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 3 കാര്യങ്ങളാണ് ഈശോനാഥൻ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത്. 1, ക്രിസ്തുവിൻ്റെ സമാധാനം. 2, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ തന്നെ. 3, രോഗശാന്തിക്കുള്ള വരദാനം. ഇങ്ങനെ ഈ 3 കാര്യങ്ങൾ ഈശോനാഥൻ ഇന്നത്തെ സുവിശേഷത്തിലൂടെ കൊടുക്കുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് പരിശുദ്ധാത്മാവ്. ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്തതിന് ശേഷം നേരത്തെ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നിശ്വസിച്ചുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നു. പെന്തക്കൊസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം പെന്തക്കൊസ്തോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ്. പെന്തക്കൊസ്തോസ് എന്ന വാക്ക് 50 എന്നാണ് സൂചിപ്പിക്കുന്നത്. പഴയ നിയമത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ യഹൂദരുടെ ആചാരങ്ങളാണ് 1, പെസഹ, 2, കൂടാരത്തിരുന്നാൾ, 3, പെന്തക്കൊസ്ത. ഈ 3 തിരുനാളുകളിലും യഹൂദർ അവരുടെ പുരുഷന്മാർ ദേവാലയത്തിൽ എത്തിച്ചേരുകയും അവിടെ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പെന്തക്കൊസ്ത എന്നത് ഷവോത്ത് എന്ന വാക്കാണ് നാം ഏറ്റവും കൂടുതൽ കാണുന്നത്. അത് വിളവിൻ്റെ തിരുനാൾ എന്നാണ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ആഴ്ചയുടെ തുടക്കം എന്നുള്ളതാണ് മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവിനെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പല രീതിയിൽ നാം കാണുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ ജലത്തിനു മീതെ ചലിക്കുന്ന ചൈതന്യമായും, ഇസ്രായേൽ ജനത്തോടു കൂടെ അഗ്നിസ്തംഭമായും മേഘത്തൂണായും, മോശയോടുകൂടെ കത്തുന്ന മുൾപ്പടർപ്പായും, ദാവീദ് രാജാവിനോടുകൂടെയും മറ്റു രാജാക്കന്മാരോടും കൂടെയും, സാംസനോടും മറ്റു ന്യായാധിപന്മാരോടുകൂടെയും യുദ്ധഭൂമിയിൽ ശക്തിയായി പ്രവർത്തിച്ച പരിശുദ്ധാത്മാവ്. ഇനി പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ വെള്ളരിപ്രാവിൻ്റെ രൂപത്തിൽ പറന്നു വരുന്ന പരിശുദ്ധാത്മാവ്, കൊടുങ്കാറ്റിൻ്റെയും തീനാളത്തിൻ്റെയും രൂപത്തിൽ കടന്നു വരുന്ന പരിശുദ്ധാത്മാവ്, അവസാനമായി യേശുക്രിസ്തുവിൻ്റെ സമാധാനത്തിലൂടെയും നിശ്വാസത്തിലൂടെയും കടന്നു വരുന്ന പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവ് ഇന്ന് സഭയെ നയിക്കുന്നു. ഇന്നത്തെ ഈ പെന്തക്കോസ്താ ദിനം സഭയുടെ തുടക്കം എന്നുള്ളതും സഭയുടെ ആഘോഷം എന്നുള്ളതും ആയിട്ട് നമുക്ക് കരുതാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ദൗത്യങ്ങൾ. 1, പാപത്തെ വിവേചിച്ചറിയാനുള്ള ദൗത്യം. 2, നീതിയെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള ദൗത്യം. 3, ന്യായവിധി എങ്ങനെ നടപ്പാക്കാം എന്നുള്ള ദൗത്യം. ഈ 3 കാര്യങ്ങളെക്കുറിച്ച് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ 4 കാര്യങ്ങളായിട്ട് നമുക്കതിനെ തിരിക്കാം. 1, ഒരു പുത്തൻ ഉണർവ് അല്ലെങ്കിൽ പുതുജീവൻ, ഒരു ന്യൂ ബിഗിനിങ്. 2, കതകടിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ ഇടയിലേക്ക് ഭയമായിരുന്നു.
ഈ ഭയം എന്നുള്ളത് ഈശോയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുഖച്ഛായ നഷ്ടപ്പെടുമ്പോഴാണ് അവിടെ ഭയം കടന്നു വരുന്നത്. ഈ ഭയത്തെ അവിടെ നിന്ന് തുടച്ചു മാറ്റുന്നു. മൂന്നാമതായിട്ട് കർത്താവ് അവിടെ നിന്ന് അവിടുത്തെ സമാധാനം നമുക്ക് നൽകുന്നു. നാലാമതായിട്ട് രോഗശാന്തി നൽകുവാനുള്ള കൃപാവരം നമുക്ക് നൽകുന്നു. അഗാധമായ ദുർബലതയുടെ ഒരു നിമിഷത്തിൽ യേശു ശിഷ്യന്മാർക്ക് സമാധാനത്തിൻ്റെ സമ്മാനം വാഗ്ദാനം ചെയ്യുന്നു. കേവലം സംഘർഷത്തിൻ്റെ അഭാവം മാത്രമല്ല, ലൗകിക സാഹചര്യങ്ങളെ മറികടക്കുന്ന ആഴത്തിലുള്ള ശാന്തതയും അതിലുണ്ട്. അത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു സമാധാനമാണ്. മനുഷ്യധാരണയെ മറികടക്കുന്ന സമാധാനം. പൂട്ടിയ സങ്കേതത്തിന് പുറത്ത് അരാജകത്വം നിലനിന്നിരുന്നെങ്കിലും എല്ലാം ശരിയാകും എന്ന ഉറപ്പോടെ ശിഷ്യന്മാർ ഒരു ദിവ്യശാന്തിയിൽ പൊതിഞ്ഞിരിക്കുകയായിരുന്നു. എന്നാൽ ഈശോ അവിടെ നിർത്തുന്നില്ല. തൻ്റെ കുരിശുമരണത്തിൻ്റെ പാടുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിക്കുന്നു. ഒരിക്കൽ കഷ്ടപ്പാടുകളുടെയും മരണത്തിൻ്റെയും പ്രതീകങ്ങളായിരുന്ന ഈ മുറിവുകൾ ഇപ്പോൾ വിജയത്തിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും അടയാളങ്ങളായി മാറുന്നു. യേശുവിൻ്റെ ത്യാഗപരമായ സ്നേഹത്തിൻ്റെ, മനുഷ്യത്വത്തിനു വേണ്ടി സങ്കല്പിക്കാനാവാത്ത വേദന സഹിക്കാനുള്ള അവൻ്റെ സന്നദ്ധതയുടെ പ്രധാനമായ ഓർമ്മപ്പെടുത്തലായി അവ അടയാളപ്പെടുത്തുന്നു. തൻ്റെ പുനരുത്ഥാനത്തിൽ ഈശോ തൻ്റെ കഷ്ടപ്പാടുകളുടെ അടയാളങ്ങൾ മായ്ക്കുന്നില്ല, മറിച്ച് അവൻ അവരെ പ്രത്യാശയുടെയും രോഗശാന്തിയുടെയും അടയാളങ്ങളാക്കി മാറ്റുന്നു. അവൻ്റെ സ്നേഹത്തിനും വീണ്ടെടുപ്പിനും സാക്ഷ്യം വഹിക്കുന്ന മുറിവുകൾ കാണാൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. അവൻ്റെ സന്നിധിയിൽ നമ്മുടെ ഭയം മാറുകയും നമ്മുടെ സംശയങ്ങൾ അകലുകയും നമ്മുടെ ഹൃദയം സന്തോഷത്താൽ നിറയുകയും ചെയ്യുന്നു. അതോടൊപ്പം ക്രിസ്തുവിൻ്റെ സമാധാനം പേറുന്ന അല്ലെങ്കിൽ എന്ന നിലയിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ അനുരഞ്ജനത്തിൻ്റെയും രോഗശാന്തിയുടെയും ഉപകരണങ്ങളാകാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. പുനരുത്ഥാനത്തിൻ്റെ സന്തോഷവാർത്ത പ്രഘോഷിക്കാൻ യേശു ശിഷ്യന്മാരെ നിയോഗിച്ചതുപോലെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ പരിവർത്തനപ്പെട്ട് അവിടുത്തെ ശക്തിയിലൂടെ സാക്ഷ്യം വഹിക്കാൻ നാമും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ യാഥാർത്ഥ്യത്താലും അവിടുന്ന് നിശ്വസിച്ച പരിശുദ്ധാത്മാവിലും നമുക്ക് ശിഷ്യന്മാരെ പോലെ ധൈര്യപ്പെടാം. ഒപ്പം നാം കണ്ടുമുട്ടുന്ന എല്ലാവരുമായും പ്രത്യാശയുടെയും രക്ഷയുടെയും സന്ദേശം പങ്കുവച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ പെന്തക്കോസ്ത തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ആമേൻ.